എടാ നമ്മുടെ സോർദാർ എങ്ങോട്ട് പോയി? വാ അങ്ങോട്ട് പോയി നോക്കാം. ഇതിപ്പോ വല്ലാത്ത നീണ്ട ഒരു സിനിമയായി പോയല്ലോ. ഇനി ഇതിന്റെ ക്ലൈമാക്സ് എപ്പോഴാണോ ആവോ? കൂട്ടുകാരെ, ഇത് ഈ സിനിമയുടെ അവസാനം തന്നെയാണ്. ഇതിലേക്ക് നോക്കിയേ. അപ്പൊ നമ്മുടെ സോർദാറും ഡാമിന്റെ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോയിരിക്കുകയാണോ? ഓരോ തവണയായിട്ട് തീ അണയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ പ്രാവശ്യം ഈ ഡാം തുറന്നു വിട്ട് കഴിഞ്ഞാൽ മൊത്ത തീയും അണഞ്ഞുകൊള്ളും. അയ്യോ, ഡാമിന്റെ ഗേറ്റ് തുറക്കുന്നു, ഓടിക്കോ. ശരിക്കുള്ള ഏലിയൻ നിങ്ങളാണ്. ഈ ലോകത്തിന് എന്റെ ആവശ്യം നീടുണ്ട്. എന്റെ സോർദാറെ, നീ ലോകത്തെ സഹായിക്കണ്ട. അതായിരിക്കും ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം. ബണ്ണി, നീ എല്ലാം മറന്നുപോയോ? അവനൊന്നും തന്നെ കേൾക്കാൻ കഴിയില്ല ഇപ്പോ. നിനക്കെന്തായാലും കാണാൻ പറ്റുന്നുണ്ടല്ലോ. വന്ന് എന്നെ സഹായിക്കരുത്, നോക്ക്. നീ എന്തിനാണ് ചിരിക്കുന്നത്? ഞാൻ സൈക്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അതിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് സംശയമേ വേണ്ട. സൈക്ലിംഗ് കോമ്പറ്റീഷൻ ജയിച്ചതിന് ശേഷം എന്റെ ഫോട്ടോ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടാകും. മാത്രമല്ല, സൈക്കിൾ കമ്പനി എന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറ്റുകയും ചെയ്യും. ഒരുപാട് രാജ്യങ്ങളിൽ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാനായി വിളിക്കും. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പാവപ്പെട്ടവരായ നിങ്ങൾ 4 പേരും എന്റെ ട്രോഫി തുടച്ചു വെക്കുകയായിരിക്കും. ഈ നാട്ടിലെ ഏറ്റവും വലിയ സൈക്കിൾ കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ കോമ്പറ്റീഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്റെ അമ്മൂമ്മയുടെ മരുമോളുടെ, വലിയമ്മയുടെ, ഇളയമ്മയുടെ, മാമിയുടെ, അമ്മാവിയമ്മയുടെ മോന്റെ മോനാണ്. മാത്രമല്ല, എന്റെ അമ്മൂമ്മയുടെ, മരുമോളുടെ, വലിയമ്മയുടെ, ഇളയമ്മയുടെ, അമ്മായിയമ്മയുടെ മോന്റെ ആഗ്രഹം ഞാൻ തന്നെ ഈ റേസ് നേരിട്ട് ആങ്കർ ചെയ്യണമെന്നാണ്. മാത്രമല്ല, ഈ മത്സരം വിജയിക്കുന്നവർക്ക് കിട്ടുന്നത് ഒരു മിന്നുന്ന ട്രോഫിയാണ്. നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോ പഞ്ഞി കിട്ടുന്നു വരാം. ഇതിലാകെ 3 റൗണ്ടാണുള്ളത്. ആദ്യത്തെ റൗണ്ടാണ് എന്റർടൈനർ. 6 ആദ്യ സൈക്ലിംഗ് ജനങ്ങളെ യൂണിക്കായി എന്റർടൈൻ ചെയ്യിക്കുന്നത് അയാൾ ഈ റൗണ്ടിൽ വിജയിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് തുടങ്ങാം. സത്യം പറഞ്ഞ നമ്മുടെ സോർദാർ ആ സിനിമയെ സീരിയസ് ആയിട്ട് എടുത്ത പോലെ അതിന്റെ ഡയറക്ടർ പോലും ആ സിനിമ ഇങ്ങനെ എടുത്തു കാണില്ല. ഇപ്പൊ നമ്മുടെ ഹീറോ സോർദാർ എവിടെയാണെന്ന് ഒരു പിടിയും ഇല്ല. നിന്റെ ഐഡിയ കൊള്ളാം വെല്ലുവിളിയാ. സോർദാർ സിനിമയിൽ മുഴുകിയിരിക്കുക. ആ സിനിമയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് സോർദാർ ചെയ്യുന്നത്. അതിനിപ്പോ എന്താ? അടുത്ത സീനിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കാം. അതുകൊണ്ട് എന്താ? ആ ഹീറോ അടുത്ത സീനിൽ എവിടെയായിരിക്കുമെന്ന് ആ സിനിമ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും. അതിന് ആ ഹീറോ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് നമ്മുടെ സോർദാറും പോവും. അതിന് നീ കുറെ നേരം ആയോടാ അതിന് പറയാൻ തുടങ്ങിയിട്ട്. ഇത് വളരെ സിമ്പിൾ ആയ ഒരു ഐഡിയ ആണ്. ഇത്രയും കേട്ടിട്ട് നിനക്കത് മനസ്സിലായില്ലേ? പ്ലാൻ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ അതിനെന്ന് പറഞ്ഞപ്പോ ഒരു രസം തോന്നി. അല്ല, എന്തായി ചെയ്യുന്നത്? കൂട്ടുകാരെ, സോർദാർ ചാടാൻ പോവാണ്. വേഗം കയറ് കൊണ്ടുവാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓ എടാ, കഴുത്തെ കൊണ്ടുവരാനല്ല, കയറ് കൊണ്ടുവരാനാ പറഞ്ഞത്. കയറ്.
നമുക്ക് ആ സിനിമ കണ്ടിട്ട് അടുത്ത സീൻ എന്താന്ന് നോക്കാം. ഇതിന്റെ അർത്ഥം സോർദാർ അപ്പൊ ബോക്സിങ്ങിന് വേണ്ടിയാ പോയിരിക്കുന്നത്. അമേരിക്കയിൽ എന്തുമാത്രം പീറ്റേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സണ്ണിയുടെ ടീമിൽ നിറയെ ചീറ്റേഴ്സ് ഉണ്ട്. സംശയമുണ്ടോ? അപ്പോൾ ആദ്യത്തെ റൗണ്ടിലെ വിജയിയാണ്. അയാളുടെ പേര് തുടങ്ങുന്ന അക്ഷരം വേണമെങ്കിൽ സ എന്ന് പറയാം. അത് ചെന്ന് അവസാനിക്കുന്നത് നീയിലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഊഹിച്ചു നോക്കൂ, ആരായിരിക്കും അയാൾ? പറയൂ പറയൂ, ഒന്ന് ആലോചിച്ചു നോക്കിയിട്ട് പറയൂ. വളരെ ഡിഫിക്കൽട്ട് അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. അതിന് സണ്ണിന്നെങ്ങനെയാണോ? ഇത്രയും ടഫായിട്ടുള്ള ക്ലൂ തന്നിട്ടും നിങ്ങൾ അത് വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം സണ്ണിയുടെ പണിയായിരുന്നു അല്ലേ? എടാ, ഇപ്പൊ എനിക്ക് പറ്റില്ല. ഞാൻ റേസിലെ വല്ലാത്ത ബിസിയാണ്. ട്രോഫി ആർക്ക് കിട്ടിയാലും നമ്മളെല്ലാരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്. എന്തായാലും ഫിനിഷിംഗിന്റെ അവിടെ വെച്ച് കാണാം. ഫിനിഷിംഗ് പോയിന്റ് ഞാനിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റ് ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോർദാർ ദാ ട്രാക്ക് വിട്ടിരിക്കുന്നു. ഇതിലൂടെ സോർദാർ ദാ റേസിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നിയമം ആരാ കൊണ്ടുവന്നത്? ഈ നിയമം തെറ്റാണ്. തോറ്റ് ജയിക്കുന്നവനാണ് സോർദാർ എന്ന് വിളിക്കുന്നത്. ഞാൻ വീണ്ടും റേസിൽ പങ്കെടുക്കും. കൊച്ചലിയ, സൈക്കിളിലുള്ള പെട്രോൾ മുഴുവൻ തീർന്നെന്നാ തോന്നുന്നേ. സൈക്കിളിൽ ആരെങ്കിലും പെട്രോൾ ഒഴിക്കൂടാ കഴുതേ. അപ്പൊ എന്റെ സൈക്കിളിന്റെ സ്പീഡ് എന്തെങ്കിലും കുറയുന്നേ? ഞാൻ പറഞ്ഞതല്ലേ, ഞാനാണ് സണ്ണി. ഭാഗ്യം എന്റെ കൂടെയാണ്. ജയിച്ചു കഴിഞ്ഞാൽ പത്രത്തിൽ വരും എന്റെ സ്വന്തം ഫോട്ടോ. മാത്രവുമല്ല, എനിക്ക് കിട്ടും ഒരുപാട് മണി. എപ്പോഴൊക്കെയാണോ നാട് വലിയ ആപത്തിൽപ്പെട്ട് വലയുന്നത്, അതേസമയം തന്നെ അവരെയെല്ലാം രക്ഷിക്കാൻ ഞാൻ അവിടെ എത്തുന്നതായിരിക്കും. അടിച്ചു പൊളിക്കും, വില്ലന്റെ എല്ല് ഞാൻ ഓടിക്കും. എത്ര മനോഹരമായ സിനിമയാണ് കൂട്ടുകാരെ. സോറി, ഞാൻ കാരണം നിങ്ങളുടെ ഉറക്കം പോയി. ഞാൻ ഡോഗുവിന്റെ സൂപ്പർ ഹിറ്റ് മൂവി കാണുകയായിരുന്നു. ഇത്രയും നല്ല മൂവി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അല്ല, ആ സിനിമയുടെ പേരെന്താ? ഇതാണ് ആ സിനിമയുടെ പേര്. ഇത്രയും നല്ല സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല.
ഇതെന്താണ്? ഞാൻ നേരത്തെ സിനിമയിലേക്ക് നാടിതെത്തി. ഇപ്പോഴും ഡേഞ്ചർ അപകടത്തിലാണ്. ഞാൻ ജനങ്ങളെ പൂർണ്ണ മനസ്സോടെയും ശക്തിയോടെയും ബുദ്ധിയോടെയും പിന്നെ മണി പവറിലൂടെയും ദ ബോഡി ഓഫ് മൈൻഡിലൂടെ രക്ഷിക്കും. ഹീറോ വരികയാണ്. കമ്മിങ് ആണ്. ഏലിയൻ സിറ്റിയിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റി നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എലിൻ പടിക്കെട്ടുകളെ തകർത്ത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ചാടുന്നതല്ലാതെ മറ്റൊരു വഴിയും നോ വേ ആണ്. ഞാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ പോകുന്നു. ഇപ്പോൾ ഈ സിറ്റിക്ക് എന്റെ ആവശ്യം നീഡ് ഉണ്ട്. അടിച്ചു പൊളിക്കും. വില്ലന്റെ എല്ല് ഞാൻ ഓടിക്കും. അയ്യോ കൂട്ടുകാരെ, ഇതാ സിനിമയിലെ ഹീറോയുടെ ഡയലോഗ് അല്ലേ? ഇപ്പൊ മനസ്സിലായി. സോർദാർ ആ സിനിമ കണ്ട് ഉറങ്ങുമായിരുന്നു. ഇപ്പൊ അവൻ ഉറക്കത്തിൽ നിന്ന് നടന്ന് സ്വയം ഒരു ഹീറോയാണെന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല ഹീറോയെ പോലെ സംസാരിക്കുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാ. ഒരു അപകടവും ഇല്ലാത്ത സിറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ സോർദാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവന്റെ ഫോണിൽ സിനിമ പ്ലേ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവന്റെ ഹെഡ്ഫോൺ ചിലപ്പോ മാറ്റിക്കഴിഞ്ഞാൽ അവൻ ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തു വന്നേക്കും. ഏലിയൻസ് നഗരത്തിൽ നാശം വിതച്ചിരിക്കുകയാണ്. ജനങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഞാനിതാ കമ്മിങ്. ജനങ്ങളെല്ലാം ഉറപ്പായിട്ട് ഞാൻ രക്ഷിക്കും. അടിച്ചു പൊളിക്കും. വില്ലന്റെ എല്ല് ഞാൻ ഒടിക്കും. വീണ്ടും അടിക്കും. പിന്നെയും ഒടിക്കും. അങ്ങനെ അടിച്ചോടിക്കും. ടോട്ടൽ 100 രൂപ. കാൽക്കുലേറ്റർ കേടായതുകൊണ്ട് ടോട്ടൽ എത്രയാണെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. അത് തന്നെയല്ല ഞാൻ പറഞ്ഞത്. ടോട്ടൽ 100 രൂപ. തെറ്റായ ഉത്തരം. 460 പ്ലസ് 510 പ്ലസ് 850 ആഡ് ചെയ്താൽ അതിനോടൊപ്പം തന്നെ 3 ലിറ്റർ പാലിന് പാക്കറ്റിന്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ പോലും പിടിച്ചോ ബിൽ. ടോട്ടൽ 2000 രൂപയായി. താങ്ക് യു ഹണി 2.0. നീ എന്നെ വലിയൊരു നഷ്ടക്കച്ചവടത്തിൽ നിന്നാ രക്ഷിച്ചത്. പക്ഷേ എനിക്കിതിപ്പോ വളരെ നഷ്ടമായി പോയല്ലോ. ഹണി, വീണ്ടും പഴയതുപോലെ ആവാനുള്ള അവസരം വന്നിരിക്കുകയാണ്. നിന്റെ വാ തുറക്ക. വായ തുറക്കണോ? ഓക്കെ. ബണി ഇന്നലെ മണ്ണിൽ വീണ ഐസ്ക്രീം പോപ്പട്ടിന് എടുത്ത് കൊടുത്ത് അവനെ കൊണ്ട് തിരിച്ചു. എന്നിട്ട് അതാണെങ്കിൽ പോപ്പട്ടിനെ മനസ്സിലായത് പോലും ഇല്ല. എടാ ബണ്ണി ചതിയാ. എടാ നിന്റെ വാ തുറന്ന് ഓരോന്ന് പറയാനല്ല പറഞ്ഞേ. സോറി പോപ്പട്ടെ, സോറി. എനിക്കിപ്പോ ദാഹിക്കുന്നില്ല. കുടിപ്പിക്കുകയാണെങ്കിൽ ഓയിൽ കുടിപ്പിക്കൂ. എനിക്കിപ്പോ തേങ്ങ കിട്ടിയാൽ പോലും ഞാൻ അത് പിഴിഞ്ഞ് ഓയിൽ മാത്രമേ കുടിക്കുള്ളൂ. ഞം 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 ഞം. വെള്ളം കുടിച്ചാലും നീ പഴയതുപോലെ ആവുള്ളൂ ഹണി. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ എന്തുകൊണ്ടാണ് അത് ഇതുവരെ മനസ്സിലാക്കാത്തത്? എനിക്കിപ്പോൾ പഴയതുപോലെ ഒന്നും ആവണ്ട. നേരത്തെ ഞാനൊരു ജ്ഞാനിയായിരുന്നു. ഞാനിപ്പോ ഒരു എക്സ്ട്രാ ജ്ഞാനിയായി മാറിയിരിക്കുകയാണ്. ഓവർ ആൻഡ് ഔട്ട്. അഥവാ നീ ഇനി ജ്ഞാനിയായിരുന്നെങ്കിൽ നീ ഇങ്ങനൊന്നും സംസാരിക്കില്ലായിരുന്നു. സംശയമുണ്ടോ? ഞാനിങ്ങനെ വെള്ളത്തിലോട്ട് ചാടിക്കഴിഞ്ഞാൽ എന്റെ ചിപ്പ് ഡിഫ്യൂസ് ആയി പോകുമല്ലോ. ഒരു കുഴപ്പമില്ല. ബണ്ണി സ്വിമ്മിംഗ് ക്ലാസ്സിന് പോകുമായിരുന്നു. അതുകൊണ്ട് നീന്തി കയറിക്കോളും. ഹണി എന്റെ വലിയളിയാ, ഞാൻ എല്ലാവരോടും കള്ളം പറയായിരുന്നു. ഞാൻ സ്വിമ്മിംഗ് ക്ലാസ് കട്ട് ചെയ്ത് പാർക്കിൽ ചുറ്റി അടിക്കാൻ പോവായിരുന്നു.
അതൊന്നും കുഴപ്പമില്ല. ആരെങ്കിലും ഒരാൾ ഇപ്പോൾ വഞ്ചിയുമായി വന്ന് ബണിയെ അതിൽ കയറ്റി രക്ഷിച്ചോളും. എടാ ഇന്ന് വഞ്ചിക്കാരുടെ ഹർത്താലാടാ. അയ്യോ, ജോർദാറും പോപ്പട്ടൊക്കെ ഉണ്ടല്ലോ, അവർ നിന്നെ രക്ഷിച്ചോളും. ഇത്രയും ചെറിയ സ്രാവിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇതുപോലെയാണ് എന്റെ മമ്മൂസ് റെഡിയാക്കുന്നത്. ഇതാകെ ഗുൽമാലായല്ലോ. അണിയെ വേഗം തന്നെ ശരിയാക്കേണ്ടി വരും, അല്ലെങ്കിൽ അവന് റോബോട്ടിൽ നിന്ന് പൂച്ചയിലേക്ക് തിരികെ വരാൻ പറ്റില്ല. അഥവാ അവൻ പൂർണ്ണമായി റോബോട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴയതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ചാട് ചാട് ജീപ്പ് ജീപ്പ് ചാട് ചാട് ജീപ്പ് ജീപ്പ്. ചാട് ചാട്. 1 second. ഐഡിയ. അയ്യോ അങ്കിളേ. ഇതുപോലെയാണ് എന്റെ മമ്മൂസ് റെഡിയാക്കുന്നത്. പിന്നെയും മറന്നുപോയോ? മൊമോസിനെ അല്ല റോബോട്ടിനെ റെഡിയാക്കിയത്. ഞങ്ങൾ ലാബിൽ അങ്കിളിനെ സഹായിക്കാൻ വന്നതാണ്. ആക്ച്വലി ഞാൻ ഒരുപാട് റോബോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നീയോ? എവിടെ? എന്റെ ഡ്രോയിങ് ബുക്കിൽ. ഈ റോബോട്ടിൽ വെള്ളം വീണ കേടാവുന്നത് പോലെ കഴിഞ്ഞ ദിവസം എന്റെ റോബോട്ടിലും വെള്ളം വീണു. അത് ആകെ നാശമായി പോയി. ഓ, പേപ്പറിൽ റോബോട്ട് ഉണ്ടാക്കിയ കാര്യമാണോ? അതാ ഞാനും ആലോചിച്ചേ. പഞ്ചാര എന്ന് പറഞ്ഞ പായസം ഒന്ന് കേൾക്കുന്ന നീ എങ്ങനെയാ റോബോട്ട് ഉണ്ടാക്കിയതെന്ന്. ഇവ ശരിക്കും വണ്ടനാണ്. ഇന്നലെ ഞാൻ ഇവനോടൊന്ന് AC ഇടാൻ പറഞ്ഞു. ഇവനൊരു വടി എടുത്തോണ്ട് വന്ന AC തല്ലി താഴെ ഇട്ട്. ഞങ്ങള് തമാശയായിട്ട് പറയുന്നതൊക്കെ ഹണിയുടെ ലൈഫ് ശരിക്കും നടക്കുന്നതാ. ഞാൻ ഇവിടുന്ന് പോവുക. ഈ പൊട്ടാറ്റോ ചിപ്സിന്റെ അടുത്ത് ഏത് ചിപ്സാ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നേ? ഇന്റഗ്രേറ്റഡ് ചിപ്പ്. മാർക്കറ്റിൽ വന്ന പുതിയ ഫ്ലേവർ ആണെന്നാ തോന്നുന്നേ. ഇപ്പൊ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂട്ടുകാരെ, ഹണി പിണങ്ങിയെന്നാ തോന്നുന്നേ. വാ നമുക്ക് പോയി സമാധാനിപ്പിക്കാം. വേണ്ട. അയ്യോ എന്റെ പൊന്നു മോനെ, നീ എന്താടാ ഈ കഴിച്ചത്? ചിപ്പ്. അയ്യോ, ഈ ചിപ്സ് കഴിക്കാൻ പറ്റുന്നതല്ല മോനെ. പക്ഷെ ഞങ്ങള് ചിപ്സ് ഡെയിലി കഴിക്കാറുണ്ടല്ലോ. ഹണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹണിയല്ല, ഞാനാണ് ഹണി 2.4. C2 ടെറാഹർട്സ്, മെമ്മറി 1 GB, കപ്പാസിറ്റി 10 GB. എന്റെ അമ്മച്ചി. ഇനിയിപ്പോ സ്കൂട്ടറിനും കാറിനും ഒക്കെ വേണ്ട പോലെ ഹണിക്കും ലൈസൻസ് ഉണ്ടാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്ത് വിട്ടിത്തമാ പോപ്പട്ടെ ഈ പറയുന്നത്? സ്കൂട്ടറും കാറും സ്പീഡിലാ ഓടുന്നത്. ഞാനാണെങ്കിൽ 10 കിലോമീറ്ററിൽ ഓവർ സ്പീഡില്ലാതെ 3.4 സെന്റിമീറ്റർ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെയോ നീങ്ങാതെയോ സർട്ടിഫൈഡ്, പ്യൂരിഫൈഡ്, പെട്രോളിഫൈഡ് വണ്ടി ഓവറേറ്റ് ചെയ്ത് മാത്രമല്ലേ ഓടിക്കുന്നത്. നീ ചിപ്സ് ആണോ കഴിച്ചത്? അതോ വലിയ ലൈബ്രറിയോ? എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. വാവ്, എന്റെ ഉള്ളിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഇനി ഏത് ജോലി വേണമെന്നുണ്ടെങ്കിലും എനിക്ക് നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ സാധിക്കും.
വൈകുന്നേരത്തിന് മുമ്പ് ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഗോഡൌണിൽ എത്തിക്കണം. ഇത് അവിടെ എത്തിച്ചില്ലേ എന്റെ ജോലി പോവല്ലോ ദൈവമേ. എന്തിനാണ് വിഷമിക്കുന്നത്? ഹണി 2.0 ഉണ്ടല്ലോ അടുത്ത്. ഹണിയെ എവിടെ വെച്ച് കണ്ടാലും അവന്റെ വാ ഉന്നം വെച്ച് വെള്ളം ഷൂട്ട് ചെയ്യണം. ദാ നിൽക്കുന്നു അവൻ. വേഗം വെള്ളമടിച്ചോ. താറാറാറാറാ.